ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണ് എന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഓരോ പുലരിയും ഓരോ പുതിയ അവസരമാണ്. സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ഞാൻ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിന് നൽകുന്ന സന്തോഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെയൊക്കെ നല്ലതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് സുബി 5 മണി മുതൽ വൈകുന്നേരം 5:30 വരെ മക്കൾ സ്കൂട്ട് വരുന്നതിലെ കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് 5 മണിക്ക് ഞാൻ നമ്മളെ കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ. 5 മണിക്ക് നിസ്കാരം കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അതൊക്കെ ഇതാക്കിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ മദ്രസിലേക്ക് നേരം വൈകും. അപ്പോൾ ഇതാ ഞാൻ ഒരു 6 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്രസിക്ക് പോകുമ്പോൾ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ പിഴിഞ്ഞെടുക്കാറുള്ളത്, മിന്നങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ എനിക്കാണെങ്കിൽ പറഞ്ഞ് വെക്കും, പിന്നെ ഞാനത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കലുണ്ടോ, എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതവിടെ കടന്നുകൊണ്ട് ഇതായിക്കോട്ടെ കേട്ടോ. ഒരു വിസിലടിച്ചതിന് ശേഷം കോഫാക്കാം. അപ്പോൾ ചായ പിന്നെ എല്ലാവർക്കും ഒരു ആവശ്യം കേട്ടോ ആ സമയത്ത്. അപ്പോൾ ചായക്കുള്ള കൂട്ടിക്കിട്ടത്, അപ്പോൾ എനർജി കൂട്ടാനൊക്കെ ഈ സമയത്ത് ചായ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ പണികൾക്കും ഉഷാറായിട്ടിരിക്കും. പിന്നെ എന്തൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്, പിന്നെ കേട്ടോ ദോശമാവാണിത്. ദോശമാവ് സാധാരണ നീർദോശയിലെ മാവാണ്. അതവിടെ കിടക്കട്ടെ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ കുക്കറൊക്കെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. വിസിൽ അങ്ങനെ അടിക്കുന്നില്ല, നമ്മൾ ഇതാക്കി അടുപ്പിക്കണം. അപ്പോൾ അതവിടെ തണുപ്പിക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ. ഞാൻ തണുപ്പത് ഞാൻ അവളെ വിളിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ വീട്ടിലെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. അവൾക്ക് ചായ കൊടുത്തിട്ട് വേണം എനിക്ക് നിസ്കരിക്കാൻ. അല്ലാതെ എന്താണെന്നോ, ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ വന്നാൽ നമ്മളൊക്കെ നിസ്കാരം പിന്നെ ഓത്തുമ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മദ്രസിലേക്ക് പോകാൻ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സമയം നീക്കും. അതുകൊണ്ടാണ് അതിന് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കോവക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതും പിന്നെ ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാവും. അരച്ച മാവും പുളിച്ച മാവും കൂട്ടി ചേർത്തിട്ടൊരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ ജിതുമോനെ അതിൻ്റെ ഇടയിൽ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും അവന് പിന്നെ സുബിക്ക് എന്ന് പറഞ്ഞ് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏതായാലും സുബിക്ക് ആദ്യം അവളെ വിളിക്കുന്നതിനായിട്ട് മുമ്പ് അവൻ ഉണരുട്ടോ. ആദ്യം എഴുന്നേൽക്കേണ്ടിയിട്ട് എഴുന്നേൽക്കില്ല. ഇവിടെ തന്നെ കുറേ വിളിച്ചെങ്കിലും എഴുന്നുണ്ട്. ഇവൾക്ക് ഒന്നാമത് ക്ഷീണം, അതുകൊണ്ട് അങ്ങനെ ഉറക്കം തന്നെയാകും. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുട്ടോ ദിവസങ്ങൾ. അപ്പോൾ മറ്റേത് മിന്നക്കുട്ടിക്കും. അപ്പോൾ അവൾക്ക് ഞാൻ ചായ കൊടുക്കണ്ടാവും. പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോഴോ ഓരോരോ കുഴപ്പങ്ങൾ നോക്കും. മുട്ട വേണ്ട. അതന്നെ ഞാൻ കുറേ സൂപ്പിട്ട് നിർത്തി നോക്കി, ശരിയായില്ല. അപ്പം ഞാൻ അവൾക്ക് കൊണ്ടു കൊടുക്കട്ടെ. ജിതുമോനിലത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പിന്നെ കുറച്ച് ബേക്കറിയും കൂടി കൊടുക്കാൻ വിചാരിച്ച് ബേക്കറിയും കൊടുത്തിട്ടോ. പിന്നെ ബേക്കറി കിട്ടിയപ്പോൾ ബേക്കറിയും കഴിച്ചിട്ടുണ്ട്, പിന്നെ മുട്ടയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിശപ്പ് മാറില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അവളെ മദ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടേക്കേണ്ട. അപ്പോൾ ഒപ്പല്ല അവളെ ഫ്രണ്ട്സ്, അവളെ സുഹൃത്ത് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ വിളിച്ചു. അപ്പോൾ സ്കൂളിൽ എന്തൊരു ടൂറുണ്ട്, അപ്പോൾ ആ ടൂറിന് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട്, അപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ അവളെ കുറച്ചുകൂടെ ആക്കി കൊടുത്തോളാം. അങ്ങനെ ഞാൻ ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ രാവിലെ നമുക്കൊരു ഒരു നടത്തും കിട്ടില്ല വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ. ഈ സമയത്ത് എനിക്കും ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സമയത്ത് ഒന്നാമത് നടക്കാനും കൂടില്ല, പിന്നെ ആരും ഉണ്ടാവില്ല. എന്നിട്ടിപ്പോൾ കുറേ നടത്തക്കാരെയൊക്കെ കാണാം. അങ്ങനെ ഞാൻ അവളെ മദ്രസിലേക്ക് പോകാൻ വേണ്ടി ജിതുമോനേക്ക് ഒരുക്കി കൊടുത്തിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഓനും പോരുകയാണ്. അപ്പോൾ എന്തോ തപ്പിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഏതായാലും. അപ്പോഴാണ് കുറച്ച് കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അവൾ വരുന്നുണ്ട് പറയട്ടോ, അവർ നടക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു അപ്പം നീ വല്ലാതെ പോകട്ടെ, ഏതായാലും മദ്രസിന്റെ അടുത്തൊക്കെല്ലെങ്കിൽ കുറച്ച് അവിടെ വരെ ഉണ്ടാകും. അപ്പം അങ്ങനെ അവർ പറഞ്ഞോട് ഒരുപാട് അങ്ങാടി വരെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവരെ കണ്ണീരും ഇങ്ങോട്ട് പോന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകളും വിശേഷങ്ങളൊക്കെ. എന്നോട് ഓളും തന്നെ പോകണ്ട, ഞാൻ പോയിക്കോളാം. അപ്പൊ അങ്ങനെ വലപ്പം പോകണ്ട. അപ്പൊ അവരെന്താ അങ്ങനെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ കൊടുക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വിചാരിച്ചു. അപ്പൊ ഈ ഒരു നടക്കലേ രാവിലത്തെ ഈ 5:00 ശേഷമുള്ള നടത്ത എന്തുകൊണ്ടും നല്ലതല്ലേ, നമ്മളെ തടി നിയന്ത്രിക്കാനും ഇതൊക്കെ, പിന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഷുഗറും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതല്ലേ. ഷുഗറിനെ പറ്റി എന്താണെന്ന് എനിക്കറിയില്ല. കൊളസ്ട്രോളിനൊക്കെ നമ്മളെ ശരീരത്തിലെ കൊഴുപ്പ് കുറക്കാനൊക്കെ നല്ലതാണെന്ന് കിട്ടിയിട്ടില്ല അറിവ്. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട്
നമ്മളിതാ ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ നിൽക്കുന്നത് ഇതിൽ എന്താ അജിത് മോനെ എന്താണ് നമ്മളെ സ്റ്റെപ്പ് വന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് കേട്ടോ. ആ നിന്ന പണിയിൽ നിന്നപ്പോൾ തന്നെ വെറുതെ നട ചാടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ കരച്ചിലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ ആ സമയത്ത് കട്ട് ചെയ്താൽ അർജന്റ് കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്തപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം തന്നെ ഇരുന്നാലും അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലുണ്ടാവും. പറ്റും വേണ്ടാലും നമ്മൾ എന്തെങ്കിലും അർജന്റ് പിടിച്ച് പണിക്കോ എന്തിനേയും പുറപ്പെട്ടാലാണ് ഇങ്ങനത്തെ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കൈമിൽ കുറച്ച് പൊടി ഇതൊക്കെ മണ്ണ് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേക്ക് എടുക്കണം. അപ്പോൾ വരുത്താകുണ്ട് പറഞ്ഞിട്ട് കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ വനന്നുകൊണ്ട് ചെറുതായിട്ടൊക്കെ സോപ്പിട്ട് എടുക്കണം. ഏതായാലും അമ്മയെ കരഞ്ഞണെങ്കിലും പിന്നെ അത് അവന് വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ രസമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താ ഇവൻ്റെതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനെ കുഞ്ഞ് പിടിച്ച് നിർത്തിയിട്ട് വേണം അടുത്ത എന്താണ് പരിപാടിക്ക്. ഏതായാലും ഭയങ്കര കരച്ചിൽ തന്നെയുണ്ടോ. തേങ്ങി കരയുന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് എന്താ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. നമുക്കൊരു ദോശ ചുട്ടെടുക്കണം. അരച്ച മാവും പുളിച്ച മാവും കലക്കി ചുട്ടിക്കാണ്ട് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേക്ക് അതിൻ്റെ മുന്നേ ഞാൻ എന്താ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായതുകൊണ്ട് കുറച്ച് വേവില്ല അരി ആയതുകൊണ്ട് തന്നെ വലിയ റേഷൻ അരി ഇനിയിപ്പോൾ ആ അരിക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാധാ അരി ആയപ്പോൾ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചപ്പോൾ അപ്പോൾ അടുപ്പത്ത് വെക്കുന്നത് എന്താണ് ഈ അടുപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഈ കത്തിക്കുമ്പോൾ കുറച്ചൊരു ഇടങ്ങേറുണ്ട് കേട്ടോ. കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ചോറിനുള്ള വെള്ളം അതിൽ അരി കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അടുത്തത് അതായിട്ടുണ്ട് മതി വിചാരിച്ചു നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ട് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 അളവിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് എന്താണ് ചോറും തലേന്നൊക്കെ ബാക്കിയുള്ള ചോറും എന്താണ് കൂട്ടി ചേർത്ത് നമുക്ക് അരക്കട്ട. ഓട്ടട മാവ് എന്നുള്ളതിലാണ് ഞാൻ അത് അരച്ചെടുക്കണം കേട്ടോ. ഓട്ടറിൻ്റെ മാവ് തന്നെയാണ് ഇങ്ങനെ അരക്കുമ്പോൾ. അപ്പോൾ അത് ഏതായാലും അരച്ചിട്ട് വരാം. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ കണ്ടില്ലേ ആ ഒരു എന്താണ് നീർദോശൻ്റെ മാവ് ഞാൻ അതിൽ കൂടിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള തന്നെ അതിൽ കൂടിയാണ്ട് നമുക്ക് ഒഴിച്ചെടുത്തിട്ട് നമ്മളെ ദോശ ചുട്ടെടുക്കട്ടെ. അപ്പം ഇങ്ങനെ ആക്കിയപ്പോൾ നല്ല രസട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അരച്ച മാവും പുളിച്ച മാവും കലക്കി ചുട്ട ദോശ. അപ്പോൾ അതിങ്ങനെ നമുക്ക് കലക്കി അപ്പോൾ ഞാനിതൊന്ന് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദോശ ചുട്ടെടുക്കൽ കേട്ടോ. അപ്പോൾ ദോശ നല്ല ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ദോശ തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പറയില്ല. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് എന്താണ് നമുക്ക് നന്നാക്കി എന്താണ് മിക്സ് ചെയ്തിട്ട് നന്നാക്കി ബീറ്റൊക്കെ ചെയ്തിട്ട് ഇനി പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് വറുകെടുപ്പ് നമുക്ക് തന്നെ എന്താണ് ഉണ്ടാക്കട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും വരെ ഉണ്ടാക്കുള്ളൂ. വറുകെടുപ്പും എല്ലാ പണികളും കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഗ്യാസിലൊക്കെ പോരും. ഇതൊരു പിന്നെ റേഷൻ അരിക്ക് പിന്നെ അല്ലാതെ വേവൊന്നുമില്ലല്ലോ. അത് പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ച് അതിലെന്തിലൊക്കെ പോയാലും പിന്നെ വേവും അങ്ങനെയൊക്കെ ആവും വിചാരിച്ചിട്ട് അത് അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. മറ്റേത് നമുക്ക് റൈസ് കുക്കറിലൊക്കെ വെച്ചാലും പിന്നെ ആ ഒരു സമയം പാകമായി കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം അതിനനുസരിച്ച് കറക്റ്റായി കിട്ടിക്കണം. ഇത് പിന്നെ ഇവിടെ വെച്ചാൽ പിന്നെ കണക്കന്നിക്കാരട്ടോ. ശ്രദ്ധയൊക്കെ കണക്കന്നിക്കാരം ഇതിലേക്ക് പോകുമ്പോൾ അതൊന്നും നടക്കൂല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അടുപ്പം തീയെ പിടിപ്പിക്കട്ടെ കേട്ടോ. മിന്നാണെങ്കിലും മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ തിരക്ക് കൂട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ചോറായോ ഉപ്പേരിയായോ അതോ സ്കൂൾക്ക് കൊടുത്ത് വിടാനുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ഒക്കെ വെച്ച് വെക്കാൻ വിചാരിച്ചപ്പോൾ അതാ ചോറിൻ്റെ എന്താണ് അരി കെട്ട് കിടത്തതാണ്. അപ്പോൾ വെള്ളം കൂടെ തളച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ അടുപ്പൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അപ്പച്ചട്ടി കൊണ്ടേ വെക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ചട്ടി ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഉഷാറായിട്ട് കത്തുണ്ടല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഇടങ്ങേറുണ്ടാവും കേട്ടോ. പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ അതാ ചട്ടി എന്താണ് അവിടെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടാകട്ടെ കേട്ടോ. അങ്ങോട്ട് നമുക്കത് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ അധികമൊന്നും ചുട്ടെടുക്കില്ല കേട്ടോ. 2-3 ചുട്ടെടുത്തിട്ട് ഞാൻ പോരാ. നമുക്ക് ട്രൈപ്പോഡും കൊണ്ട് പിന്നെ ഉള്ളിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉള്ളിലെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണം. ബാക്കി അങ്ങനെ ഇപ്പം അങ്ങനെ ചുട്ടെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഒരു 3 ചുട്ടെടുക്കട്ടെ. തലേന്നത്തെ നീർദോശൻ്റെ മാവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ
അത് ചേർത്തിട്ടാണ് ഞാൻ അരച്ച മാവ് പുളിച്ച മാവ് ചെറുത ദോശ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ ഒരു മാവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു ദോശ ചുട്ടെടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ അത് കഴിച്ചോക്കുമ്പോ പിന്നെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇങ്ങനെയൊക്കെ രസമുണ്ട്. കാരണം തലേന്ന് അങ്ങനെ അരച്ചു വെച്ചാൽ ഭയങ്കര രസമല്ലേ ഏതൊരു കാര്യമാണെങ്കിലും. അപ്പോൾ ഇതാ ഞാൻ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ അടുത്ത വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണ്ട. അപ്പം ഞാൻ എന്താണ് ഇതിനിപ്പോൾ എന്താ ഉണ്ടാക്കാനത് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കണത് കോവക്കൻ്റെ ഉപ്പേരി അതൊന്ന് ഉണ്ടാക്കി എടുക്കണം. മിന്നിയാണെങ്കിൽ സ്കൂൾക്ക് പോകാൻ തിരക്ക് കൂട്ടലുണ്ട്. അവൾക്ക് എന്താ ചോറായോ മറ്റതായോ ഉപ്പേരിയായോ ഇപ്പൊ എനിക്ക് ചായ വേണ്ട. അമ്മച്ചിനോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അങ്ങനെ ആദ്യം ചായക്കടിക്ക് ഇപ്പൊ ഉണ്ടാക്കണ്ട ചോറാക്കിയിട്ട് മതി എന്നൊക്കെ. ഏതായാലും ചോറൊക്കെ ഞാൻ ആദ്യം തന്നെ അവിടെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മാവ് അരക്കാനുള്ളൂ. അപ്പൊ നീ എന്താണ് കുറച്ച് ദോശ ചുട്ടെടുത്തിട്ട് എന്താണ് ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോഴേക്കും തിരക്ക് കൂട്ടലുണ്ട്. അപ്പൊ ഞാൻ 2-3 ചുട്ടിട്ട് ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ച് പോരാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ ചുടത്തിന് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ ജിതുമോനെ ഓരോ വിക്രസ് ഇവിടെ കാട്ടുന്നുണ്ട്. നമ്മളെ പുറത്തെ ഈ ഇരിക്കണ ഈ ഒരു പതുക്കെ ഈ ഒരു കോലം കാട്ടിച്ചിട്ടുണ്ട്. അവനെ വറകൊക്കെ എടുക്കേണ്ടതാണെങ്കിൽ വറകിലൊക്കെയാണ് അവന്റെ പണി. അങ്ങനെ ഞാൻ നമ്മളെ ടൈപ്പോടും കൊണ്ട് അകത്ത് കെട്ടിട്ടിട്ടോ. അപ്പൊ ഞാൻ ചായക്ക് 2ാമത് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ സുരീക്കുണ്ടായ ചായക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നീ അവൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ കോവക്കൊപ്പേരിയായിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത്, ബെഞ്ചിലേക്ക് കൊടുത്തു വിടുന്നത്. അതിന് കുറച്ച് ചീരപ്പറങ്കി ഒരു 3 ചീര മുളക് നമ്മുടെ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കോവയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ മധുരമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം. നീ ഇപ്പൊ ആർക്ക് ചായ കുടിക്കുന്നതും കുടിക്കാത്തവരൊക്കെ കാരണം അതിന് വേണ്ടിയിട്ട് വറവെടു വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവാള ചെറിയൊരു സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചീരമുളക് എന്തിനാണ് ഒരു 3-4 ചീരമുളക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാണ്. അവർക്ക് എന്താണ് ഈ ഒരു ഇങ്ങനെ സൂത്രം ചെയ്തെങ്കിൽ എന്താവുള്ളൂ. അപ്പൊ കോവയ്ക്കും കട്ടിയുണ്ടാവും. ഒരു 3-4 ചീരമുളക് എന്താണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ എന്താ അവള് ഇരുന്നിട്ടെങ്കിലും വെള്ളം കുടിച്ചോളും. എന്താണെന്നോ ഇവൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടി കേട്ടോ. ഞാൻ അങ്ങനെ കൊടുത്തു വിടുകയെന്നല്ലാതെ ദാഹം ഉണ്ടെങ്കിൽ കുടിക്കാൻ പറയുന്നത് എന്താണ് ബോട്ടിൽ കൊണ്ടുപോയി വെള്ളം നിറച്ച് കൊണ്ടുപോയി അതേപോലെ അങ്ങനെ തന്നെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മണ്ണിന്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് മറ്റു ചൂടായ എണ്ണയിലേക്ക് ഇതാ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ അതാ നമ്മൾ നേരത്തെ കട്ടി വെച്ച ചെറിയ സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് കുറച്ച് കറിവേപ്പും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കോവയ്ക്കൊക്കെ ഇട്ട് വേവിച്ച് ഉണ്ടാക്കട്ടോ. ഇതാണ്ട് ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെക്കാം. ഇനി പിന്നെ ചീരമുളകും ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഇന്നിപ്പോ ഞാൻ അധികം കോവയ്ക്കൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അവൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി എന്താണ് കട്ട് ചെയ്തിരിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കോവയ്ക്കും ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നന്നാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് നമുക്ക് അവിടെ കടന്ന് പോകട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പണികൾക്കൊക്കെ നോക്കാൻ എന്തൊക്കെയാണ് ചെയ്യാനൊക്കെ എന്തൊക്കെ എടുക്കട്ടെ. അതൊന്നും വീഡിയോയിലില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഞാൻ പിന്നെ അതാ അപ്പോൾ ഇടക്കിടക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ആയതിന്റെ കാര്യമുണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ആവുണ്ടോന്നൊക്കെ ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാ അവിടുന്ന് പുറത്ത് ചോറിന് എന്താ കുറച്ച് അവൾക്കുള്ള ചോറ് മാത്രമേ ഞാൻ ഊറ്റിക്കൊണ്ടിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവള് ഊറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ, അവൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞാൻ ഈ ഉപ്പേരി ഞാൻ അവളുടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കട്ടെ. അപ്പൊ ചോറും കൊണ്ട് അവൾ എത്തിയിട്ടുണ്ട് ഇനി അവളുടെ. അപ്പൊ ഇത് അകത്തും പുറത്തൊക്കെ ആയിട്ടേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലുണ്ടോ അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് പുറത്തത്തെ ചോറ് എന്തുകളെ നോക്കാൻ പോകണം. പിന്നെ പുറത്താകുമ്പോ ഉപ്പേരി എന്തായി എന്താ ഗ്യാസ്മൊക്കെ എന്തായി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ തന്നെക്കാരം. അതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഇപ്പൊ ഇല്ല തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ രാവിലത്തെ തിരക്കിന്റെ ഇടയിൽ പറഞ്ഞുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ പറയാന്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാക്കുമല്ലോ. അപ്പൊ സ്കൂൾ കുട്ടികളെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇതൊക്കെ പിന്നെ പോയില്ലേ. അപ്പൊ ഇതാ ജിതുമോന്റെ കാലിങ്ങനെ എന്താണ് ചെറുതായിട്ടൊരു മുറിയൊക്കെ ആയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോ ഷൂ ഇട്ടിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. ഷൂ ഇട്ടിട്ടാണെന്ന് മനസ്സിലാണ്, എന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഷൂ മതി ഷൂ കൊടുത്തേക്കും. അപ്പൊ ഈ വണ്ടിച്ചെട്ട് ഇട്ടോട്ടെ വിചാരിച്ചു. അതൊക്കെ കേജി കൊടുത്തേക്കുമ്പോ പിന്നെ ഞാൻ അവനെന്ത് ചെയ്തു ഷൂമൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അവനും വേണ്ട, അതൊക്കെ നന്നാക്കി കേജി കൊടുക്കുമ്പോ ഇത് സ്കൂൾക്ക് എടുക്കുന്നത് തന്നെയാണ്. പക്ഷെ എപ്പോഴും ഇടുന്നതന്നെയുണ്ടാവും, എടുക്കുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ 2 ദിവസം വന്ന് ഇടല്ലല്ലോ വിചാരിച്ചിട്ടും ഷൂ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ 2 ദിവസത്തിന് അങ്ങനെ. അപ്പൊ എന്താ പിന്നെ നന്നാക്കി കേക്ക് ഒക്കെ പോകാനത് വേണ്ട. അപ്പൊ ഞാൻ ഷൂ ഒക്കെ വന്നിട്ടുണ്ടാക്കാം. അപ്പൊ ഷൂ ഒക്കെ നന്നാക്കി തട്ടിപ്പൊട്ടി എന്നും തട്ടിപ്പൊട്ടുന്നുണ്ട് കേട്ടോ. എടുക്കുമ്പോഴൊക്കെ ഷൂ ഒക്കെ ഞാൻ തട്ടിപ്പൊട്ടി നല്ല നോക്കി തന്നെയാണ് ഇട്ടെടുക്കാറുള്ളത്. തട്ടിയൊക്കെ പൊട്ടി അതിന്റെ നോക്കി എന്താ അവന് ഒരു സോക്സും ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ സോക്സ് ഇട്ടോട്ടെ വിചാരിച്ചു. അപ്പൊ മണ്ണും ഇതൊക്കെ കുടുങ്ങിയിട്ടാവും ആ ചേച്ചിയുടെ അലർജി ഒക്കെ വന്നത് തോന്നുന്നുണ്ട്. എന്തെനിക്ക് അറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞവരുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. ഷൂവിന്റെ അലർജി ആണോ അതോ ഞാൻ ഇങ്ങനെ
കാറ്റ് കടക്കാതെ നിന്നിട്ടാണോ എന്തറിയില്ല. എനിക്കൊക്കെ ചില ചെരുപ്പിടുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൊറിച്ചിലൊക്കെ ചില ചെരുപ്പിടുമ്പോ നല്ല കുറേ പഴകുമ്പോ ചെരുപ്പ് എന്താ വേണ്ടത് പറയാൻ കാരണം പിന്നെ അവിടെ ആ ഭാഗത്തിന് ആയതുകൊണ്ട് ആ ചെരുപ്പിന്റെ ആ ഒരു ഭാഗം തട്ടിയിട്ട് അതിന് വേദനിക്കാന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ ഒഴിവാക്കി. അങ്ങനെ ഏതാണ് സോക്സ് ഒക്കെ ഇട്ട് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനി അവന്റെ അതൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പൊ ഇത് മണ്ണും ഇതൊക്കെ ആയിട്ട് ആകും മിക്കവാറും. അത് ഇങ്ങനെ ഷൂ ഇടാതെക്കുമ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ ഷൂ ഒക്കെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ എപ്പോഴും തട്ടിക്കൊട്ടിട്ടാണ് കേട്ടോ. എന്ത് സംഗതിയാണോ എടുക്കുമ്പോൾ നമ്മൾ തട്ടിക്കൊട്ടിട്ട് എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വിചാരിച്ച് എപ്പോഴൊക്കെ എടുക്കുന്നത് വെച്ചാൽ അപ്പൊക്കെ ഇടുക. ഈ വൈകുന്നേരം എന്താ ചായക്കടി കുട്ടികൾ വരുമ്പോൾ എന്താ ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചു അവർക്ക് ഇനി ചോറന് കൊടുക്കാൻ അവരേക്ക് എന്താണ് വപ്പനം പൊരിച്ചെടുക്കാൻ, 2 വപ്പനം പൊരിച്ചെടുക്കാൻ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ പൊരിച്ചെടുത്തുകൊണ്ട് അവർ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ. ഇരുമ പെട്ടെന്ന് ഉറങ്ങി. എന്തെങ്കിലും ഉച്ചക്ക് വന്നാൽ പിന്നെ ചോറും തിന്നാതിക്കണ്ട് കടന്നു വരണം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ ഞാൻ ഒരു വിഷമം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ടെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുക. എന്ത് വേണമെങ്കിലും അവർക്ക് കളിച്ചെടുക്കട്ടെ പഠിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ വപ്പടം പൊരിച്ചെടുക്കാൻ കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിലേക്ക് ഇനി വപ്പടം മാത്രമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഉച്ചക്ക് ഫുഡിലേക്ക് ഉണ്ടാക്കിയ എന്താണ് വെണ്ടക്കന്റെ ഒരു ഉപ്പേരിയും കിട്ടും. ഇനി വെണ്ടക്ക വരട്ടിയതോ വിരട്ടിയതോ എന്തുവാണെങ്കിലും പറയട്ടോ. പണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വെണ്ടക്കനെ ഞാൻ വിരട്ടി പേടിപ്പിച്ചിട്ടൊന്നുമില്ല. ഉമ്മ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. പിന്നെ വീടെടുക്കാനും പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉമ്മയാണ് ഉച്ചക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അതും കൂട്ടി അവര് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പൊ ഒരാള് എന്താണ് അടുക്കളയിൽ നഷ്ടപ്പെടുന്നിട്ടാണ് കഴിക്കുന്നത്. എന്താണ് മറ്റുള്ള അങ്ങനെയും പോയി. അപ്പൊ ഇവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. ഇനി എന്റെ ഒരു ചോദ്യമാണ്, അടുത്തത് നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടത്, ഏത് റെസിപ്പിയാണ്? അപ്പൊ പറ്റുമോ നോക്കട്ടെ. എന്നോട് കഴിയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ളത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതാച്ചാലും നിങ്ങൾക്ക് പറയട്ടെ, എന്നോട് പറയാം. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇൻഷാല്ലാ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ബന്ധപ്പെട്ടാണ് ഒരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.